ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷർമെന്റ് ഓഫ് എനർജി ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഷർമെന്റ് ഓഫ് പവർ ആയിരുന്നു. വാട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പവർ മെഷർ ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മൾ എനർജി മെഷർമെന്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്തായിരിക്കും? എനർജി മീറ്റർ എന്നാണ് അതിന്റെ പേര്. ഈ എനർജി മീറ്റർ റെക്കോർഡ് ചെയ്യുന്നത് ടോട്ടൽ പവർ കൺസ്യൂംഡ് ഓവർ എ ടൈം. അതിന് നമുക്ക് എങ്ങനെ പറയാം? പി ഇൻറ്റു ടി. ടി ആണ് ടൈം, പി ആണ് പവർ എങ്കിൽ ടോട്ടൽ പവർ കൺസ്യൂംഡ് ഓവർ എ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഇൻറ്റു ടി ചെയ്തതായിരിക്കും അല്ലെ. അപ്പോ പവറിന്റെ യൂണിറ്റ് കിലോ വാട്ടും ടൈമിന്റെ യൂണിറ്റ് അവർ ആണ് എടുക്കണമെങ്കിൽ എനർജിയുടെ യൂണിറ്റ് അപ്പൊ എന്ത് വരും? കിലോ വാട്ട് അവർ വരും. അപ്പൊ യൂണിറ്റ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കിലോ വാട്ട് അവറിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ജൂൾസിലായിരിക്കും. ഓക്കെ. മെയിൻ പർപ്പസ് ഓഫ് എനർജി മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി യൂസ്ഡ് ബൈ ലോഡ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓവർ എ ടൈം പീരീഡ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് എനർജി മീറ്ററിന്റെ പർപ്പസ്. ഓക്കെ, നമുക്ക് സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. മെയിൻ ആയിട്ട് വരുന്ന സിസ്റ്റംസ് ഡ്രൈവിംഗ് സിസ്റ്റം വരുന്നുണ്ട്, മൂവിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡ്രൈവിംഗ് സിസ്റ്റം നോക്കാം. ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ നമുക്ക് വാട്ട് മീറ്ററിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു പ്രഷർ കോയിലും ഉണ്ട്, ഒരു കറണ്ട് കോയിലും ഉണ്ട്. കറണ്ട് കോയിൽ ആണ് ലോഡുമായിട്ട് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ലോഡ് ഡ്രോ ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യുന്നത് ഈ സീരീസ് മാഗ്നറ്റ് അല്ലെങ്കിൽ കറണ്ട് കോയിൽ ആണ്. ഷണ്ട് മാഗ്നറ്റ് നമ്മൾ സപ്ലൈഡ് അക്രോസ് ആണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഷണ്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ, പ്രഷർ കോയിൽ എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് രണ്ട് ഫ്ലക്സസ് ആണ് ഇവിടെ വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജും പ്രൊപ്പോർഷണൽ ടു കറണ്ടും. ഓക്കെ. മൂവിംഗ് സിസ്റ്റത്തിൽ ഉള്ളതെന്ന് പറയുന്നത് ഒരു അലുമിനിയം ഡിസ്ക് ആണ്. ഒരു സ്പിൻഡിലുമേ അലുമിനിയം ഡിസ്ക് വെച്ചിരിക്കുകയാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇന്ററാക്ഷൻ വഴി റൊട്ടേറ്റിംഗ് ഡിസ്കില് എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യിക്കും. ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എനർജി കൺസ്യൂംഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അടുത്തത് നമ്മൾ പറഞ്ഞത് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നിയർ ഡിസ്ക് നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ബ്രേക്കിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് പെർമനന്റ് മാഗ്നറ്റിന് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ രജിസ്റ്ററിങ് മെക്കാനിസം ആണ്. അതായത് ഗിയർ ട്രെയിന് എത്ര പ്രാവശ്യം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. അതിനനുസരിച്ചാണ് എനർജി ഇൻ കിലോ വാട്ട് അവർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വർക്കിംഗ് ഒരു പ്രാവശ്യം കൂടി സമ്മറൈസ് ചെയ്യാം. വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ ഷണ്ട് മാഗ്നറ്റ് ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു സപ്ലൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് കോയിൽ ആണെങ്കിൽ സീരീസ് വിത്ത് ലോഡ് ആണ് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ലോഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ഫ്ലക്സും അലുമിനിയം ഡിസ്കില് എഡി കറൻസ് ഇൻഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സും എഡി കറൻസും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമാണ് നമുക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ കാരണം. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വിൽ ബി പ്രൊപ്പോർഷണൽ ടു പവർ കൺസ്യൂംഡ്. ഈ ഡിസ്ക് റൊട്ടേഷന്റെ കൗണ്ട് നമ്മൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ എനർജി കിലോ വാട്ട് അവറിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വർക്കിംഗ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിജിറ്റൽ എനർജി മീറ്റർ ആണെങ്കിൽ. ഡിജിറ്റൽ എനർജി മീറ്റർ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡിസ്പ്ലേ എന്തായിരിക്കും? ഡിജിറ്റൽ ആയിരിക്കും. ആദ്യം അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഡിജിറ്റൽ എനർജി മീറ്ററിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എനർജി മീറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് മൈക്രോ കൺട്രോളേഴ്സ്, DSPs ആൻഡ് ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ എനർജി മീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് അക്യുറേറ്റ് ആയിരിക്കും, കോമ്പാക്ട് ആയിരിക്കും, ടാമ്പർ പ്രൂഫ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? സെൻസേഴ്സ് വോൾട്ടേജും കറണ്ടും ഡിറ്റക്ട് ചെയ്യുന്നു. സിഗ്നൽസ് ഡിജിറ്റലിലേക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വഴി കൺവേർട്ട് ചെയ്യുന്നു. DSP പവർ ആൻഡ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നു. LCD റീഡിംഗ് ഡിസ്പ്ലേ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റോർസ് ഡാറ്റ ഫോർ ബില്ലിംഗ് ആൻഡ് അനാലിസിസ്.
ഇപ്പൊ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ തന്നെ എന്ന് പറയുന്നത് ഹൈ അക്യുറസി ആയിരിക്കും. കാരണം മൂവിങ് പാർട്ട് ഒന്നുമില്ല. സ്റ്റാറ്റിക് എനർജി മീറ്റർ എന്നാണ് നമ്മൾ ഡിജിറ്റൽ എനർജി മീറ്ററിനെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ നോ മൂവിങ് പാർട്സ്, ദെർഫോർ ഹൈ അക്യുറസി ആയിരിക്കും. സ്റ്റോറേജ് ഓഫ് ഡാറ്റ പോസിബിൾ ആണ്. അതുപോലെ തന്നെ റിമോട്ട് റീഡിങ്ങിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് ഡിജിറ്റൽ എനർജി മീറ്ററിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് ആണ്. TOD മീറ്റേഴ്സ്. എന്താണ് TOD മീറ്റേഴ്സ് എന്നുള്ളതാണ്? ഡിജിറ്റൽ മീറ്റേഴ്സ് ദാറ്റ് മെഷർ എനർജി യൂസ് ബേസ്ഡ് ഓൺ ടൈം ഓഫ് യൂസേജ്. അതിനെയാണ് നമ്മൾ ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് അല്ലെങ്കിൽ TOD മീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് യൂസേജ് ഡ്യൂറിങ് ഓഫ് പീക്ക് അവേഴ്സ്. പീക്ക് അവേഴ്സ് അല്ലാത്ത സമയത്ത് എനർജി കൺസംഷൻ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പീക്ക്, ഓഫ് പീക്ക് ആൻഡ് നോർമൽ അവേഴ്സിൽ ഡിഫറൻഷ്യൽ താരിഫ്സ് എനേബിൾ ചെയ്യുക. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് പർപ്പസ് ഓഫ് ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് അല്ലെങ്കിൽ TOD മീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 3 ടൈം പീരീഡ്, പീക്ക് അവേഴ്സ്, അതുപോലെ ഓഫ് പീക്ക് അവേഴ്സ്, നോർമൽ അവേഴ്സ്, ഈ 3 അവേഴ്സിലുള്ള ഡാറ്റ നമ്മൾ സെപ്പറേറ്റ് രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് പീക്ക് ലോഡ് ഓൺ ദ ഗ്രിഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് കോസ്റ്റ് സേവിങ്സ് ഓഫർ ചെയ്യും. അതുപോലെ തന്നെ ലോഡ് ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ഗ്രിഡ് മാനേജ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് ടൈം ഓഫ് ഡേ മീറ്റേഴ്സ് അല്ലെങ്കിൽ TOD മീറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ്. ഇത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഓപ്പറേറ്റിംഗ് ഓൺ 230 വോൾട്ട്, V is equal to അപ്പൊ എന്താണ് 230 വോൾട്ട് ആണ്, ആൻഡ് 5 ആംപിയർ. കറണ്ട് അപ്പൊ എന്താണ് 5 ആംപിയർ ആണ്. For 5 hours, T is equal to 5 hours ആണ്. Makes 1940 revolutions. Total number of revolutions തന്നിട്ടുണ്ട്. Number of revolutions is equal to 1940 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. If the energy meter constant is 400, energy meter constantന്റെ വാല്യൂ തന്നിട്ടുണ്ട്. K എന്ന് എടുക്കാം നമുക്ക്. എനർജി മീറ്റർ കോൺസ്റ്റന്റ് K ഇസ് ഈക്വൽ ടു 400. അതിന്റെ യൂണിറ്റ് വരിക റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ് കേട്ടോ. ആണെങ്കിൽ പവർ ഫാക്ടർ ഓഫ് ലോഡ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചധികം കണ്ടിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ. അപ്പോ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ എനർജി റെക്കോർഡഡ് ബൈ മീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എനർജി ഇൻ കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് എനർജി കാണാനുള്ള ഇക്വേഷൻ. ഇൻ കിലോ വാട്ട് അവർ എനർജി കാണണമെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് ചെയ്താൽ മതി. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇവിടെ തന്നിട്ടുള്ളത് 1940 ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 400. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4.85 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, ഇനി ആക്ച്വൽ എനർജി സപ്ലൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് എന്ത് വരും? VI cos phi into T. കറക്റ്റ് അല്ലേ? പവർ ഇൻറ്റു ടൈം. ഇവിടെ വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 230 ആണ്. ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 5 ആണ്. പവർ ഫാക്ടറിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു ടൈം നമുക്ക് തന്നിട്ടുണ്ട് 5 hours ആണ്. വിച്ച് മീൻസ് this one is equal to 5.75 pf kilowatt hour. So actual energy supplied must be equal to this energy recorded by meter.
അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഈ രണ്ട് ഇക്വേഷൻസും 4.85 കിലോ വാട്ട് അവറും 5.75 ഇൻറ്റു പവർ ഫാക്ടർ കിലോ വാട്ട് അവറും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4.85 is equal to 5.75 into power factor implies power factor is equal to 4.85 divided by 5.75. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.843 ആണ്. ചെയ്ത് നോക്കുക. അപ്പൊ അവിടുത്തെ ആൻസർ മോർ ക്ലോസർ ആയിട്ടുള്ളത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ബി 0.8 ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി 0.8 ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും മനസ്സിൽ ഓർത്ത് വെക്കുക. ഒന്ന് എനർജി റെക്കോർഡഡ് ബൈ മീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് ചെയ്തതായിരിക്കും എന്നുള്ള ഈ ഇക്വേഷനും, രണ്ടാമത്തെ ഇക്വേഷൻ ആക്ച്വൽ എനർജി സപ്ലൈഡ് എന്ന് പറയുന്നത് VI cos phi ഇൻറ്റു ടി, അതായത് P ഇൻറ്റു ടി ചെയ്തതായിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? പവർ ഫാക്ടർ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ വെൻ യൂസ്ഡ് ടു മെഷർ എനർജി കൺസംഷൻ ബൈ 230 volt 0.8 power factor 10 ampere load for 2 hours if the energy meter constant is 750. ഇവിടുത്തെ കേസിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് VA, IA, cos phi, അതുപോലെ തന്നെ നമ്പർ ഓഫ് അവേഴ്സ് 2 hours വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? എനർജി കൺസ്യൂംഡ് കാണാം. എനർജി കൺസ്യൂംഡ് ഇസ് ഈക്വൽ ടു VI cos phi ഇൻറ്റു ടി എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 230 ഇൻറ്റു 10 ഇൻറ്റു 0.8 ഇൻറ്റു 2. This will be equal to 3.68 kilowatt hour. Okay. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഈ എനർജി കൺസ്യൂംഡ് വിൽ ബി ഓൾസോ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ മീറ്റർ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടില്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇത് ഈക്വൽ ടു ആണ് എന്ത്? 3.68 കിലോ വാട്ട് അവർ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് വിൽ ബി ഈക്വൽ ടു 3.68 ഇൻറ്റു മീറ്റർ കോൺസ്റ്റന്റ്. മീറ്റർ കോൺസ്റ്റന്റ് എത്ര തന്നിട്ടുള്ളത്? 750, വിച്ച് ഈസ് ഈക്വൽ ടു 2760 റെവല്യൂഷൻസ് ആണ് വരിക. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈ ആൻസർ കൊടുത്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പർട്ടിക്കുലർ ആൻസർ എന്ന് പറയുന്നത് 2760 ആണ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമുക്ക് വരുന്നത് 2760 ആണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻസ് തന്നെയാണ് ഇത് സോൾവ് ചെയ്യാനും യൂസ് ചെയ്തിട്ടുള്ളത്. എനർജി കൺസ്യൂംഡ് നമ്മൾ VI cos phi പവർ ഇൻറ്റു ടി ഇൻ അവേഴ്സ് ചെയ്തു. അപ്പൊ കിലോ വാട്ട് അവറിലുള്ളത് കിട്ടി. അതിന് നമ്മൾ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ മീറ്റർ കോൺസ്റ്റന്റിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A single phase energy meter is measuring the energy consumption of unity power factor constant load for 2 hours. If the meter disc makes 2300 revolutions for a 230 volt 20 ampere load current, what will be the meter constant? ഇവിടുത്തെ കേസിൽ നേരെ മീറ്റർ കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എനർജി കൺസ്യൂംഡ് നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കുക. എനർജി കൺസ്യൂംഡ് വിൽ ബി ഈക്വൽ ടു 230 ഇൻറ്റു 20 ഇൻറ്റു ഇവിടെ യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് പറയുന്നത്. അപ്പൊ 1 ഇൻറ്റു 2 hours നമ്പർ ഓഫ് റെവല്യൂഷൻ ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 9.2 കിലോ വാട്ട് അവർ ആണ്. അതിന് ഈ ക്വസ്റ്റ്യനിലെ അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മീറ്റർ കോൺസ്റ്റന്റ് ആണ്. മീറ്റർ കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് 2300 ഡിവൈഡഡ് ബൈ 9.2 ചെയ്തതായിരിക്കും. ഓക്കെ, അതിന്റെ ആൻസർ വരിക 250 ആണ് റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ യൂണിറ്റ്, മീറ്റർ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി 250.
അപ്പൊ നമ്മൾ ചെയ്ത 3 ക്വസ്റ്റ്യനും സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ആൻ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ വിത്ത് മീറ്റർ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട് 500 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ ആണ്. അപ്പൊ K is equal to 500 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ ആണ് തന്നിട്ടുണ്ട്. വർക്കിംഗ് അറ്റ് 250 വോൾട്ട് 10 ആംപിയേഴ്സ് ഫോർ 4 hours completes a revolution of 2000 റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് 2000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ലോഡ് പവർ ഫാക്ടർ ആണ് കാണേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എനർജി കൺസ്യൂംഡ് കാണുക. എനർജി കൺസ്യൂംഡ് വിൽ ബി ഈക്വൽ ടു VI cos phi into T, which is equal to 250 into 10 into പവർ ഫാക്ടർ നമുക്ക് അറിയില്ല ഇൻറ്റു T. എന്ന് പറയുന്നത് 4 hours ആണ്. 250 into 4,000 ആവും, ഡിവൈഡഡ് ബൈ 1000 ആവും കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ബാക്കി 10 മാത്രമേ ഉള്ളൂ. അപ്പോൾ 10 പവർ ഫാക്ടർ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, 10 into പവർ ഫാക്ടർ എന്നാണ് വരുന്നത്. ഇനി റെക്കോർഡഡ് ബൈ ഇൻസ്ട്രുമെന്റ്, എനർജി റെക്കോർഡഡ് ബൈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് 2000 ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ്. മീറ്റർ കോൺസ്റ്റന്റ് എത്രയാണ്? 500, which means 4. ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. Therefore 10 പവർ ഫാക്ടർ is equal to 4 divided by 10 വരും, which is equal to 0.4. ഓപ്ഷൻ D 0.4. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The constant load current for 230 volt single phase energy meter is 10 ampere at unity power factor. If meter makes 2300 revolutions in 2 hours, what will be the meter constant? എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ എനർജി കൺസ്യൂംഡ് ആദ്യം കാണുക. എനർജി കൺസ്യൂംഡ് വിൽ ബി ഈക്വൽ ടു VI cos phi into T, which is equal to 230 into 10 into 1 cos phi 1 ആണ്, യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 2 hours ആണ്. അപ്പം എന്ത് വരും? 4600 watt hour, which means 4.6 kilowatt hour. ഇനി നമുക്ക് അറിയാം നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് ചെയ്യുന്നതാണ് എന്ത്? എനർജി കൺസ്യൂംഡ്, അതായത് 4.6. അങ്ങനെയാണെങ്കിൽ മീറ്റർ കോൺസ്റ്റന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മീറ്റർ കോൺസ്റ്റന്റ് വിൽ ബി ഈക്വൽ ടു number of revolution 2300 divided by 4.6, which is equal to 500. 500 revolution per kilowatt hour ആണ് മീറ്റർ കോൺസ്റ്റന്റ് വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In all induction instruments, deflection torque is produced due to the reaction between. നമ്മൾ എനർജി മീറ്റർ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞു, 2 ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്, കറണ്ട് കോയിലും പ്രഷർ കോയിലും. പക്ഷെ ആ ഫ്ലക്സും ഡിസ്കിൽ ഉണ്ടാവുന്ന എഡി കറണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡിഫ്ലക്ഷൻ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഫ്ലക്സ് ആൻഡ് എഡി കറൻസ് തമ്മിലുള്ള റിയാക്ഷൻ കാരണമാണ്. ഓപ്ഷൻ ബി, ഫ്ലക്സ് ആൻഡ് എഡി കറൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which error if the energy meter disk is rotating continuously on no load? No loadilum മീറ്ററിന്റെ എനർജി മീറ്ററിന്റെ ഡിസ്ക് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എററിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ക്രീപ്പിംഗ് എറർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇലക്ട്രിക്കൽ എഫക്ട് ഇസ് യൂസ്ഡ് ഇൻ സിംഗിൾ ഫേസ് എനർജി മീറ്റർ? സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എഫക്ട് ഏതാണ്? ഹീറ്റിംഗ് എഫക്റ്റ് ആണോ? അല്ല. കെമിക്കൽ എഫക്റ്റ് ആണോ? അല്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ആണോ? അല്ല.
ഇൻഡക്ഷൻ എഫക്റ്റ് ആണ്. ഓപ്ഷൻ ബി, ഇൻഡക്ഷൻ എഫക്റ്റിലാണ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ ക്രീപ്പിംഗ് എറർ കൺട്രോൾഡ് ഇൻ എനർജി മീറ്റർ? അപ്പൊ ക്രീപ്പിംഗ് എറർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോ ലോഡ് ആയിരിക്കുന്ന കണ്ടീഷനിലും എനർജി മീറ്ററിന്റെ ഡിസ്ക് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞത്. ആ ക്രീപ്പിംഗ് എറർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ബൈ ഡ്രില്ലിംഗ് 2 ഹോൾസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഓൺ ഡിസ്ക്. ഓപ്ഷൻ ഡി. ഓക്കെ. Next question, light load compensation of integrated type energy meter is done by. ലൈറ്റ് ലോഡ് കോമ്പൻസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഷെയ്ഡിംഗ് ലൂപ്പ് എന്നും പറയും, ഷെയ്ഡിംഗ് ബാൻഡ് എന്നും പറയും. ഷെയ്ഡിംഗ് ബാൻഡ് ആണ് കറക്റ്റ് ടേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഓപ്പറേറ്റിംഗ് ഓൺ 230 വോൾട്ട് 2 ആംപിയർ ഫോർ 5 hours makes 460 revolutions. മീറ്റർ കോൺസ്റ്റന്റ് ഇൻ റെവല്യൂഷൻ ഈസ് 400. പവർ ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ എനർജി കൺസ്യൂംഡ് കാണാം ആദ്യം, വിച്ച് വിൽ ബി ഈക്വൽ ടു VI cos phi into T, which is equal to 230 into 2 into cos phi ആണ് നമുക്ക് അറിയാത്തത്, പവർ ഫാക്ടർ ഇൻറ്റു T. എത്ര അവേഴ്സ് ആണ്? 5 hours ആണ്. 2.3 ഇൻറ്റു പവർ ഫാക്ടർ കിലോ വാട്ട് അവർ വരും അല്ലേ. ഇനി എനർജി റെക്കോർഡഡ് ബൈ ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാം, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ മീറ്റർ കോൺസ്റ്റന്റ് ചെയ്തതാണ്. മീറ്റർ കോൺസ്റ്റന്റ് which will be equal to 460 divided by 400. അതിന്റെ വാല്യൂ വരിക 1.15 കിലോവാട്ട് അവർ ആണ്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. Then power factor will be equal to 1.15 divided by 2.3, which is equal to 0.5. ഇപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി, 0.5. ആകെ 2 ഇക്വേഷനിലുമാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചോദിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റീസെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻസ് നോക്കി വെക്കുക. Now the last question is, induction type measuring instruments are used for. Induction type measuring instruments നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതിന് മാത്രമാണ്? AC മെഷർമെന്റ്സിന് മാത്രമാണ്. ഓപ്ഷൻ എ, AC മെഷർമെന്റ്സ് ഓൺലി. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതുപോലൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. AC മെഷർമെന്റ്സ് മാത്രം എടുക്കുന്നത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് ചോദിച്ചതിന് അതിന് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ ടൈപ്പ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇത് നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ഇൻഡക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഏത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? AC മെഷർമെന്റ്സ് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ, AC മെഷർമെന്റ്സ് ഓൺലി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ മെഷർമെന്റ് ഓഫ് എനർജി എന്നുള്ള പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എനർജി മീറ്ററും അതിന്റെ കേസിൽ വരുന്ന ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതുപോലെ വരുന്ന എറേഴ്സ്, ക്രീപ്പിംഗ് എറർ നമ്മൾ നോക്കിയായിരുന്നു. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി. പിന്നെ ഡിജിറ്റൽ എനർജി മീറ്ററും അതുപോലെ തന്നെ TOD മീറ്ററും ടൈം ഓഫ് ഡേ മീറ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.